നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ നീറ്റ് എക്സാമിന് നമുക്ക് എന്തൊക്കെയുണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതുപോലെ ബയോളജി ഉണ്ട്. അപ്പോൾ അതിൽ ബയോളജീനെ എപ്പോഴും പലരും എന്ത് ചെയ്യും, ഭയങ്കര നിസ്സാരമായിട്ടാണ് കാണാറുള്ളത്. കാരണം ഫിസിക്സും കെമിസ്ട്രിയിലും നമുക്ക് കുറേ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് വർക്കൗട്ട് ചെയ്യണം, അതിൻ്റെ ആൻസേഴ്സ് കിട്ടണം. ആൻഡ് അത് യെസ് ടഫാണ്. ബയോളജി കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഈസിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ വായിച്ചത് നമുക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. പ്രത്യേകിച്ച് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, മാത്തമാറ്റിക്സ് ഒന്നുമില്ല, നമുക്ക് നേരിട്ട് ആൻസർ കിട്ടും. അങ്ങനെ എല്ലാവരും തന്നെ ബയോളജീനെ വളരെ നിസ്സാരമായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ ഇത് തന്നെയാണ് പല കുട്ടികൾക്കും അവരുടെ നീറ്റ് എക്സാം കഴിഞ്ഞു പോകുമ്പോൾ ബയോളജിയിലായിരിക്കും കൂടുതൽ നെഗറ്റീവ് മാർക്സ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ബയോളജിയിൽ ഇത്രയധികം നെഗറ്റീവ്സ് വരുന്നത്? പല കാരണങ്ങളാണ്. അപ്പോൾ ആദ്യം അതുപോലെ തന്നെ ഈ ബയോളജിയിലുള്ള മാർക്സ് നമ്മളുടെ നീറ്റ് സ്കോറിനെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നീറ്റിന് നമുക്ക് 720 നമ്മുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ പകുതി മാർക്കും നമുക്ക് കിട്ടുന്നത് ബയോളജിയിലാണ്. കാരണം എന്താ, നമുക്ക് ബയോളജിയിലാണ് നമ്മുടെ 90 ക്വസ്റ്റ്യൻസ് വരുന്നത്. ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് കെമിസ്ട്രിയിൽ 45 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സിൽ നമുക്ക് 45 ക്വസ്റ്റ്യനും, പക്ഷേ പകുതി ക്വസ്റ്റ്യൻസ് വരുന്ന എവിടെ നിന്നാണ്? ബയോളജിയിലാണ്. അപ്പോൾ ഈ ബയോളജിയിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിയാൽ തന്നെ നിങ്ങളുടെ മാർക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് വലിയ രീതിയിൽ ചേഞ്ച് വരാൻ പറ്റും. അപ്പം ഈ ബയോളജീനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വളരെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. വായിച്ചാൽ കിട്ടുമല്ലോ, നമുക്കിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ 2 ദിവസം ബയോളജി പഠിച്ചിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, കൂടുതൽ സമയം നമ്മൾ മറ്റത് നോക്കിയാൽ മതി, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബയോളജീനെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മൾ ഡെയിലി വായിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് മറന്നുപോകും. ഓക്കെ, കാരണം നമ്മൾ ഇന്ന് പഠിച്ചപ്പോൾ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും, പക്ഷെ നമ്മൾ അടുത്ത ദിവസം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 ഡേയ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മറന്നുപോകും. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഈസി ആണെന്ന് കരുതി നമ്മളിങ്ങനെ വായിക്കാതെയൊക്കെ വിടുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് നമുക്ക് പെട്ടെന്ന് മറന്നു പോകാനുള്ളൊരു ചാൻസ്. പ്രത്യേകിച്ച് നിങ്ങളുടെ നീറ്റ് എക്സാം എന്ന് പറയുമ്പം നിങ്ങൾ +1ഉം +2ഉം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ +1 +2ലെ കംപ്ലീറ്റ് കണ്ടൻറ്റാണ് നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബയോളജിയിലുള്ള നമ്മുടെ +1 +2ലെയും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് ബയോളജിയുടെ മാർക്സ് പോവാനും അതുപോലെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു കാര്യം. ഇപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെങ്കിലും നമുക്ക് ഓർമ്മയില്ലെങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത ആൻസറിലേക്ക് എത്തിക്കാം. പക്ഷേ ബയോളജിയിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അവിടെ തീർന്നു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ എത്ര ടൈം കൊടുത്തിട്ടും കാര്യമില്ല. ഓർമ്മയില്ലാത്ത കാര്യം നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ബയോളജിയിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഡെയിലി ബയോളജി വായിച്ചിരിക്കണം നിർബന്ധമായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം നിങ്ങൾ എപ്പോഴും ബയോളജിക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ ഒരു ഡേയിൽ ഞാനൊരു 1 അവർ എല്ലാ ദിവസവും ഒരേ പേജ് എടുത്ത് വായിക്കണം എന്നല്ല, എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ അസൈൻ ചെയ്യുക, ആ ടോപ്പിക്ക് നിങ്ങൾ വായിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് എല്ലാ ദിവസവും അതൊരു ശീലമാക്കി മാറ്റുക. കാരണം ബയോളജിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പം നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഒരു ലൈൻ ബൈ ലൈനാണ് എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. NCERTയുടെ ലൈൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. സത്യമാണ്, നിങ്ങൾ PYQs നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ലൈൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ആയിക്കോട്ടെ, മാച്ച് ദ ഫോളോയിങ് ആയിക്കോട്ടെ, വലിയ essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എന്തും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഡെയിലി റീഡിങ് ഇസ് വെരി എസെൻഷ്യൽ. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഡെയിലി MCQ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ MCQs ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മൾ ചിലപ്പോൾ മെജോറിറ്റി NCERTയുടെ ലൈൻസ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസിലൂടെ വരിക. അപ്പോൾ നമ്മൾ എത്രയധികം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയധികം നമ്മുടെ മെമ്മറി കൂടും. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാനെടുക്കുന്ന സമയം നമുക്ക് അവിടെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള ഒരേ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ആൻസർ എന്താണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് 3 hours ആണ്. ആ 3 മണിക്കൂറിൽ നിങ്ങൾ 180 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് തീർക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിസിക്സിനൊന്നും ഒരിക്കലും 1 മണിക്കൂർ മതിയാവില്ല, കാരണം കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ബയോളജിയിൽ നിങ്ങൾ എത്രയധികം MCQs പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയധികം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ബയോളജി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും കടക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതില്ലെങ്കിൽ അത് നിങ്ങളുടെ എല്ലാറ്റിനെയും ബാധിക്കും. പ്രൈമറിലി നിങ്ങളുടെ സ്കോർ പകുതി മാർക്സ് നിങ്ങൾക്ക് ബയോളജിയാണ്. രണ്ടാമത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തും വായിച്ചും പരിചയം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല.
ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ആ ക്വസ്റ്റ്യൻ കുറേ ടൈം എടുക്കും. അങ്ങനെ ബയോളജിയിൽ നിങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫിസിക്സിനെ അറ്റൻഡ് ചെയ്യാനുള്ള സമയം കുറയ്ക്കും, കെമിസ്ട്രി അറ്റൻഡ് ചെയ്യാനുള്ള സമയം കുറയ്ക്കും. സോ ഈ കാര്യം നിങ്ങളൊരു നീറ്റ് സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ഡെയിലി ചെയ്ത് നോക്കാം. ഡെയിലി ബയോളജി വായിക്കുക, ഡെയിലി MCQs പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ വലിയ ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ലാസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതാറുണ്ടാവും അല്ലേ? പലരും പല രീതിയിലായിരിക്കും നോട്ട് എഴുതുന്നത്. പക്ഷേ ഈ ഒരു കാര്യം, അതായത് നിങ്ങൾ നോക്കുക, ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഞാൻ എഴുതിയതാണ്. അതായത് നിങ്ങൾക്ക് ബയോളജി വായിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ന്യൂമറിക്കൽസും കാര്യങ്ങളില്ല, പക്ഷേ ചില സ്ഥലങ്ങളിലുണ്ട്, ചില ചാപ്റ്റേഴ്സിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില നമ്പേഴ്സ്, ഇപ്പോൾ നമ്മളുടെ DNA-യുടെ എന്താ പറയുക സൈസ്, അല്ലെങ്കിൽ DNA-യുടെ ലെങ്ത്ത്, അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ന്യൂമറിക്കൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിൻ്റെയും പേര് എഴുതിയിട്ട് ആ ന്യൂമറിക്കൽസും, അങ്ങനെ ചിലപ്പോൾ ചില സയൻറ്റിസ്റ്റിൻ്റെ പേരായിരിക്കാം, ചിലപ്പോൾ ചില യൂണിറ്റ്സ് ആയിരിക്കാം, അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ മറന്നു പോകാനുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലാസ്റ്റ് എഴുതി വരുമ്പോൾ ജസ്റ്റ് ഒരു പേജിൽ മാത്രമേ ഉണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷനെ നിങ്ങളത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നീറ്റ് എക്സാമിൽ ബയോളജിയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനും നിങ്ങൾക്ക് ബയോളജിയിൽ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇത് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വരുത്താൻ ചാൻസ് ഉള്ള മിസ്റ്റേക്ക്. ഇപ്പം മിസ് 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, ഡെയിലി വായിക്കാറില്ല, MCQ ചെയ്യാറില്ല, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ ഏതാണ് വരുത്താറുള്ള മിസ്റ്റേക്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.